എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സരൻ. ഇന്നലെ ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് എന്റെ മദറിലോ വളരെയധികം വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് അപ്പൊ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ടിവിയിൽ ഒരു ന്യൂസ് കണ്ടു. ഒരു 10 വയസ്സുള്ള കുട്ടി 4ാം ക്ലാസ്സിലാണ്. ആ കുട്ടിയുടെ അനിയനോ അനിയത്തിയോ ആയിട്ട് എന്തോ ചെറുതായിട്ട് വഴക്ക് കൂടി ആ കുട്ടി തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. അപ്പൊ അമ്മ എന്നോട് വളരെയധികം ഭയപ്പാടോടുകൂടി ചോദിച്ചു, എങ്ങനെ സൗമ്യ എത്ര പ്രായത്തിലൊക്കെ ഈ 10 വയസ്സിലൊക്കെ കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാനും അല്ലെങ്കിൽ തൂങ്ങി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നേ എന്ന് ചോദിച്ചു. കാരണം നമ്മളൊക്കെ 10 വയസ്സുള്ള കുട്ടി പറഞ്ഞാൽ നമുക്കൊക്കെ വാവന്മാരാണ് അല്ലെ. പക്ഷെ ഇതിനുള്ളൊരു ഉത്തരം എന്റെ കയ്യിലില്ല. എങ്ങനെയാണ് കുട്ടികൾ ഈ പ്രായത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വാർത്തകളായി കേൾക്കുന്നതും കാണുന്നതും ഉണ്ട്. അതൊരു സത്യമാണ്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇനി ഞാൻ കഴിഞ്ഞൊരു 3-4 ദിവസത്തിനുള്ളിൽ കേട്ട അല്ലെങ്കിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ ഒരു കാര്യവുമായിട്ട്, ഈ കുഞ്ഞു കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളുമായിട്ട് ഇതിന് ഇൻഡയറക്ട്ലി ബന്ധമുണ്ട്. ഒന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ ഞാൻ കുഞ്ചാക്കോ ബോബന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ കാണാൻ പോയി. ഞാൻ കണ്ടത് ഷാർജയിലാണ്. നിങ്ങൾ അറിയുന്ന പോലെ തന്നെ ഇവിടെ നിയമങ്ങൾ, അതായത് 16+, 18+ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാർക്കൊക്കെ ഇവർ വളരെയധികം നിയമങ്ങൾ നോക്കും. ഒരിക്കലും കുട്ടികളെ അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. യുഎഇയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. പക്ഷേ ഈ സിനിമ റിലീസ് ആയതിനു ശേഷം ഞാൻ എന്റെ സുഹൃത്തുക്കൾ തന്നെ എഴുതിയ 1-2 ലേഖനങ്ങൾ വായിച്ചു. അവരതില് നമ്മളുമായിട്ട് അഡ്രസ് ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവർ ഈ സിനിമ കാണാൻ പോയ സമയത്ത്, ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കിടയിലെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിലെ ഡ്രഗ് അബ്യൂസും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങളും ഒക്കെയാണ് ഇതിന്റെ ഇതിവൃത്തം. അപ്പൊ അതിൽ തന്നെ കൗമാരപ്രായക്കാരായിട്ടുള്ള 1-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് തന്നെ കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷ്വലാണ്. അതിനേക്കാൾ കൂടുതൽ അതിൽ കുറച്ച് വയലൻസ് ഉള്ള സീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതില് ത്രൂ ഔട്ട് ദ മൂവി. അത് അങ്ങനത്തെ ഒരു ഇതിവൃത്തമാണ് അത് ഡീൽ ചെയ്യുന്നത്. അത് സിനിമ ആവശ്യപ്പെടുന്നതായിരിക്കാം, ബട്ട് സ്റ്റിൽ അതുകൊണ്ടാണ് അവർ 16 മീതെ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഏജ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്ന ലേഖനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യമാണ്. അതായത് അവർ പോയി കണ്ട സമയത്ത് 10-ലധികം കുട്ടികൾ ആ സിനിമാ തിയേറ്ററിൽ കേരളത്തിലാണ് ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികളാരും തനിയെ വന്നതല്ല, നമ്മുടെ അച്ഛനമ്മമാര്, ആ കുട്ടികളുടെ അച്ഛനമ്മമാര് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു മൂവിക്ക് പോണതിന് മുമ്പ് തന്നെ അറിയാം ഇത് ഇന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട മൂവിയാണ്, ഇതിൽ വയലൻസ് ഉണ്ട്, ഇത് കുട്ടികൾ കാണാൻ അല്ലെങ്കിൽ 16 വയസ്സിന് മീതുള്ളവർക്കാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളൊക്കെ മൂവി കാണാൻ പോകുന്നത്, അല്ലാതെ അങ്ങ് ബ്ലൈൻഡ് ആയിട്ട് കയറല്ലോ. പക്ഷെ എന്നിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളെ എന്തിനാണ് ഈ മൂവി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്? എന്ത് തരത്തിലുള്ള ഒരു എൻജോയ്മെന്റ് ആണ് നമ്മുടെ കുട്ടികൾക്ക് ആ മൂവി കണ്ടതിലൂടെ കിട്ടുക? നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയെ അല്ലെങ്കിൽ അവരുടെ ഓർമ്മശക്തി ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ പറയുന്ന, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവരുടെ ബുദ്ധിയിൽ ഇംപ്രിന്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ പാപ്പൊക്കെ പറയുന്നത്, പലപ്പോഴും ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അവള് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും വേറെ പല കണ്ടസ്റ്റും അവർ നമ്മളോട് തിരിച്ചു പറയും. അപ്പൊ നമ്മളത് അത്ഭുതപ്പെടുമോ, ഇവരിത് കേട്ടിരുന്നോ, ഇവരിത് ശ്രദ്ധിച്ചിരുന്നോ എന്ന്. അപ്പൊ കുട്ടികളുടെ ബ്രെയിൻ അങ്ങനെയാണ്, ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്, എല്ലാം ഒപ്പിയെടുക്കും. അപ്പോ അങ്ങനെയുള്ള ഈ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, ഇത്രയും അധികം കുട്ടികളെയൊക്കെ അവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ കാണുന്നത് എന്താണ്? ഇതിൽ കാണുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വളരെയധികം വയലന്റ് ആയിട്ടുള്ള വിഷ്വൽസ്, ഇതൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങള് അതില്ലെങ്കിൽ ആ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാവുക? നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ? അപ്പൊ അതിനാരാണ് ഉത്തരവാദികള്? ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ പോകുന്ന അച്ഛനമ്മമാരല്ലേ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സിനിമ കാണാം. പക്ഷെ അത് ഇത്ര പ്രായത്തിന് മുകളിലുള്ള ആൾക്കാർക്കാണ്, ഇന്ന കാറ്റഗറി വയലൻസ് ഉള്ള സിനിമയാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ പോകരുത് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ മാധ്യമങ്ങൾ. ഇപ്പോ ഒരു കൂട്ടക്കൊല നടന്നു അല്ലെ, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല മാധ്യമങ്ങളുടെ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകള്. പല വിഷ്വൽസ്, അയാൾ അവിടെ പോയിട്ട് ഈ പെൺകുട്ടിയെ കാണുന്ന വിഷ്വൽസ്, അവർ സംസാരിച്ചതിന്റെ വിഷ്വൽസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മേൽക്കുമേൽ വളരെ അതിഭാഗവത്വം നിറച്ച ഒരു നാടകം, സിനിമയൊക്കെ പോലെയാണ് നമ്മുടെ മീഡിയ ഇപ്പോൾ ഏത് തരത്തിലുള്ള ക്രൈമിനെയും അവതരിപ്പിക്കുന്നത്. അത് നമുക്കിനി മാറ്റാനൊന്നും സാധിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം എല്ലാവരും റേറ്റിംഗിന്റെയും വ്യൂവിന്റെയും ഒക്കെ പിന്നാലെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളൊന്ന് ചെയ്താൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത. സോ മാധ്യമങ്ങൾ ആ വഴിക്കാണ്. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങളെ ഇനി കുറ്റം പറഞ്ഞിരുന്നിട്ട് അല്ലെങ്കിൽ അവരെ നന്നാക്കി എടുത്തിട്ട് നമുക്ക് നന്നാവുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് അതിന്റെ വഴിക്ക് പോകും. ഇപ്പോ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാ ചാനലുകളിലും ക്രൈം സീൻ, ക്രൈം ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളാണ്. അതായത് നടന്ന കുറ്റകൃത്യങ്ങൾ അവർ വളരെ സിനിമ പോലെ BGM ഒക്കെ കൊടുത്ത് വളരെ ഡ്രമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കുകയാണ് വിത്ത് വിഷ്വൽസ്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുമ്പോൾ, ഇപ്പൊ നമ്മുടെ ന്യൂസ് നമ്മുടെ കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല, നമ്മുടെ ടി വിയിൽ കാണുന്ന ക്രൈമുമായി ബന്ധപ്പെട്ട ഒരു സംഗതികളും. കാരണം ഇത് കാണുന്ന കുട്ടികളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ വളരെയധികം പൊലിപ്പിച്ച് വലിയ ഒരു എന്താ പറയുക സിനിമ കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കുമ്പോൾ അത് നമ്മൾ കാണുന്നത് തന്നെ ശരിയല്ല. കാരണം നമ്മുടെ മാനസിക അവസ്ഥയെ തന്നെ അത് വളരെയധികം മോശമായിട്ട് ബാധിക്കും. ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്, അവർക്ക് വലിയൊരു ട്രിഗർ ഉണ്ടാക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ദയവ് ചെയ്തിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ, ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യേകിച്ചിട്ട് വരുന്ന വാർത്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ, ഇങ്ങനെയുള്ള ഒന്നും മാക്സിമം നമ്മുടെ മക്കളെ കാണിപ്പിക്കാതെയും കേൾപ്പിക്കാതെയും നോക്കുക. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മക്കളുടെ രക്ഷിതാക്കളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനേ പറ്റൂ. അല്ലാതെ നമുക്ക് ലോകം മുഴുവൻ നന്നാക്കിയിട്ട് നമ്മുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആസ് പാരന്റ്സ് നമ്മൾ അത്രയെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ എല്ലാവരുടെ ഒന്നുകൂടി പറയണേ. ആക്ച്വലി ഇത് എനിക്കൊരു പാഠമാണ്. ഞാനും ഇതിന്ന് ഓരോന്ന് പഠിച്ചു വരികയാണ്. എനിക്കും ഒരു മോളുണ്ട് 12 വയസ്സുള്ള. അപ്പൊ ഞാനും എന്തൊക്കെ ചെയ്യേണ്ട ഒരു ലേണിംഗ് ഫേസിൽ തന്നെയാണ് ആസ് എ പാരന്റ്. അപ്പൊ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അച്ഛന്മാരോട് പറയണം എന്ന് തോന്നിയ കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. ഹാപ്പി ഡേ. താങ്ക് യു.